സയനോര സയനോര. ടോമോ എരിഞ്ഞു വീണു. അത് സംഭവിച്ചത് രാത്രിയിലാണ്. മിയോച്ചാനും സഹോദരി മിസാച്ചാനും അവരുടെ അമ്മയും സ്കൂളിനോട് ചേർന്നുള്ള തങ്ങളുടെ ഭവനത്തിൽ നിന്ന് കുഹോൻ ബത്സു കുളക്കരയിലെ ടോമോ പാടത്തേക്ക് രക്ഷപ്പെട്ടു. ക്ഷേത്രവും അവരും സുരക്ഷിതരായിരുന്നു. B-29 ബോംബറുകളിൽ നിന്ന് വർഷിച്ച മാരകമായ അനേകം ഷെല്ലുകൾ ക്ലാസ് മുറികളായി പ്രവർത്തിച്ചിരുന്ന റെയിൽവേ കോച്ചുകൾക്ക് മുകളിൽ ഹുങ്കാര ശബ്ദത്തോടെ പതിച്ചു. ഹെഡ് മാസ്റ്ററുടെ സ്വപ്നത്തിൽ ത്രസിച്ചു നിന്നിരുന്ന പള്ളിക്കൂടം തീനാളങ്ങളിൽ മറഞ്ഞു. അദ്ദേഹം ഒരുപാട് സ്നേഹിച്ച കുഞ്ഞിച്ചിരികളുടെയും ചിലക്കലുകളുടെയും സ്വരഭേദങ്ങൾക്ക് പകരം പള്ളിക്കൂടം ഒന്നാകെ ഭയാനകമായ ഒരു ശബ്ദഘോഷത്തോടെ നിലംപൊത്തി. ശമനമില്ലാത്ത അഗ്നി അതിന്റെ ശിലാതലത്തോളം എരിയിച്ചു കളഞ്ഞു. ജിയുഗോഗയിലെമ്പാടും തീനാളങ്ങൾ പാളിയുയർന്നു. എല്ലാറ്റിനുമിടയിൽ തെരുവിന്റെ വിജനതയിൽ നിന്ന് ടോമോ കത്തിയിരുന്ന ദൃശ്യം മാസ്റ്റർ കണ്ടു. എപ്പോഴത്തെയും പോലെ തന്നെ അദ്ദേഹം തന്റെ ഏറെ നരച്ചുപോയ കറുപ്പൻ സ്യൂട്ട് അണിഞ്ഞിരുന്നു. കൈകൾ കീശയിൽ തിരുകി മാസ്റ്റർ നിന്നു. ഏതു തരം സ്കൂളായിരിക്കും നാം അടുത്ത പ്രാവശ്യം കെട്ടിയുയർത്തുക? ചാരത്തു നിന്നിരുന്ന സർവകലാശാല വിദ്യാർത്ഥി മകൻ ടോമോയോട് അദ്ദേഹം ചോദിച്ചു. അത്ഭുത പാരവശ്യത്തോടെ ടോമോ ആ വാക്കുകൾ കേട്ടു. ഇപ്പോൾ പള്ളിക്കൂടത്തെ ആകമാനം മൂടിക്കൊണ്ടിരുന്ന തീനാളങ്ങളെക്കാൾ തീക്ഷ്ണമായിരുന്നു സൊസാക്കു കൊബായാഷി എന്ന ഹെഡ്മാസ്റ്റർക്ക് കുട്ടികളോടുണ്ടായിരുന്ന സ്നേഹവാത്സല്യങ്ങളും അധ്യാപനത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശവും. നഗരത്തിൽ നിന്നൊഴിഞ്ഞു പോകുന്നവരെ കൊണ്ട് കുത്തിനിറച്ച ഒരു തീവണ്ടിയിൽ മുതിർന്നവർക്കിടയിൽ ഞെരിഞ്ഞമർന്ന് കിടക്കുകയായിരുന്നു ടോട്ടോച്ചാൻ. തീവണ്ടി കിഴക്കൻ പ്രദേശത്തേക്ക് കുതിക്കുകയായിരുന്നു. ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയപ്പോൾ അവൾ വേർപാടിന്റെ വേളയിൽ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ ഓർത്തു. വിഷമിക്കണ്ടാട്ടോ, നമ്മളെല്ലാവരും വീണ്ടും കാണും. തരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം പിന്നെയും പിന്നെയും പറയാറുള്ള മറ്റൊന്നുകൂടി ഓർത്തു. ടോട്ടോച്ചാൻ, ദാ നോക്ക്, നേരായിട്ടും നീയൊരു നല്ല കുട്ടിയാ. ആ വാക്കുകൾ മറന്നുപോകാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ വീണ്ടും കൊബയാഷി മാസ്റ്ററെ കണ്ടുമുട്ടുവെന്ന കിനാവിന്റെ തണൽപ്പറ്റി കിടന്ന് പിന്നീട് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. ഉത്കണ്ഠാകുലരായ സഞ്ചാരികളെയും ചുമന്ന് കടുത്ത ഇരുട്ടിലൂടെ തീവണ്ടി അലറിക്കൊണ്ടിരുന്നു.